إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വിശ്വാസികളുടെ പ്രതിനിധികളായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി അല്ലാഹുവിന്റെ അതിഥികളായി ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് അയ്യാമു തശ്രീഖിന്റെ നാളുകളിലാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രത്യേകം സ്മരിക്കണം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. യൗമുൻ നഹർ കഴിഞ്ഞ് തുടർന്നുള്ള 3 ദിവസം അയ്യാമു തശ്രീഖ് ആണല്ലോ. 2 ദിവസം ജംറകളിൽ എറിഞ്ഞ് അവർ മടങ്ങിയാൽ തെറ്റില്ല, കുറ്റമില്ല. പൂർണ്ണമായി 3 ദിവസവും അവിടെ നിന്നാൽ അത് ഏറ്റവും ഖൈറാണ്, അഫ്ളലാണ്. ലിമനിത്തഖ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. വത്തഖുല്ലാഹ് വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ മനസ്സിലാക്കുക അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നവരാണ്. മാത്രമല്ല സൂറത്തുൽ ബഖറയിൽ അതിനു മുമ്പ് ഉണർത്തി ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും അശദ്ദ ദിക്റ. ഹജ്ജിന്റേതായ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊള്ളുക, സ്മരിക്കുക ധാരാളമായി, നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്ന പോലെ അതിനേക്കാൾ ശക്തമായി. ഫമിൻഹും മൻ യഖൂൽ, അവരിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് നൽകണേ, പരലോകത്തും ഹസനത്ത് നൽകണേ, ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം എല്ലാവിധ നന്മകളും ലഭിക്കുന്നവരായി മാറാൻ നാം റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരുടെ നാടുകളിലേക്ക് മടങ്ങിയെത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അയ്യാമു തശ്രീഖിന്റേതായ ദിവസങ്ങൾ അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാനും തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള ആഘോഷത്തിന്റെ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. ഒരിക്കലും ആഘോഷങ്ങൾ അതിരുവിടാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ടാവാൻ പാടില്ല, റബ്ബിനെ മറന്നു പോകരുത്. ഏത് തിരക്കു പിടിച്ച ജീവിതത്തിലും നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടാ. യാത്രയിലാണോ, യാത്ര പുറപ്പെടുമ്പോ നമ്മൾ ആലോചിക്കുക, ശ്രദ്ധിക്കുക, എവിടെ ളുഹ്ർ നമസ്കരിക്കാൻ, അസ്ർ നമസ്കരിക്കാൻ എവിടെ കിട്ടും, എവിടെ പള്ളി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ആലോചനകളുമാണ് വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത്.
ഉദ്ഹിയ്യത്ത് നിർവഹിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പോഴാണ് സാധിച്ചത് എങ്കിൽ അയാൾക്ക് അത് അറുക്കാവുന്നതാണ്. അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസത്തെ മഗ്രിബിന് തൊട്ട് മുമ്പ് അറുത്താൽ അത് ഉദ്ഹിയ്യത്തിൽ പെടുമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഏറെ കേൾക്കുകയും പരിചയിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും ജീവിതവും അതെത്ര തന്നെ അവിടുന്ന് കേട്ടാലും മനസ്സിലാക്കിയാലും നമുക്ക് മതിവരില്ല. കാരണം അത്രത്തോളം പാഠങ്ങളാണ്, ഗുണപാഠങ്ങളാണ് വിശ്വാസികൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളത്. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവ്വാഹും ഹലീമുമായിരുന്നു. എന്താണ് അവ്വാഹ്? റജാഉൻ ഇലല്ലാഹി ഫീ ജമീഇൽ ഉമൂർ. മുഴുവൻ കാര്യങ്ങളിലും റബ്ബിലേക്ക് മടങ്ങുന്നവരായിരുന്നു. കസീറുദ് ദിക്രി വദ്ദുആ. ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന, വൽ ഇസ്തിഗ്ഫാരി വൽ ഇനാബത്തി ഇലാ റബ്ബിഹി. റബ്ബിലേക്ക് പാപമോചനം തേടുന്ന, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവ്വാഹ് എന്നൊരു വിശേഷണം. മറ്റൊന്ന് ഹലീം, സഹനശീലൻ, ക്ഷമയുള്ള, അങ്ങേയറ്റത്തെ ക്ഷമ. ആ സഹനം എന്നത് എന്താണ്? സൃഷ്ടികളോട് കാരുണയുള്ളവരായിരുന്നു, സഹജീവികളോട്. അവിടെ ആകെ ഒറ്റയാൾ പട്ടാളമായി ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കിയുള്ളവരെല്ലാം തന്റെ ആദർശ ശത്രുക്കളാണ്. പക്ഷേ സൃഷ്ടികളോട് വളരെ കാരുണ്യത്തോടുകൂടി, അവരിൽ നിന്നുണ്ടായതിലെല്ലാം വിട്ടുവീഴ്ച ചെയ്തു. മിനസ്സല്ലാത്ത്, അവരിൽ നിന്നുള്ള വീഴ്ചകളും അതിൽ നിന്ന് പിഴവുകളും ഒക്കെ. ലാ യസ്തഫിസ്സുഹു ജഹ്ലുൽ ജാഹിലീൻ, അവിവേകം കാണിച്ച ആളുകളോട് ഇദ്ദേഹം പ്രകോപിതനായില്ല എന്നാണ്. നമ്മുടെയൊക്കെ സ്വഭാവം എങ്ങനെ? നമുക്ക് പറ്റാത്തത് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രകോപിതരാകും. അങ്ങനെയല്ല, മറിച്ച് ശാന്തമായ സഹനശീലൻ. വലാ യുഖാബിലുൽ ജാനി അലൈഹി ബിജുർമിഹി. ഇങ്ങോട്ട് അക്രമം ചെയ്തവരോട് അതേ രീതിയിൽ അങ്ങോട്ട് പ്രതികരിച്ചില്ല. അതുകൊണ്ടാണല്ലോ അബൂഹു ഖാല, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞത് ല അർജുമന്നക, ഞാൻ നിന്നെ എറിഞ്ഞു ഓടിക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അന്നാ കാണാം, എന്നാ നോക്കാലോ എന്നല്ല. പിന്നെയോ സലാമുൻ അലൈക്, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. നോക്കൂ നിങ്ങൾ, എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, സഹനശീലനായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക ജീവിതത്തിൽ, ഇസ്ലാമിക പ്രബോധന ജീവിതത്തിൽ, ഇസ്ലാമിക ആദർശത്തിന്റെ കണിശതയിൽ ജീവിക്കുമ്പോ ജനങ്ങൾക്കിടയിൽ നിന്ന് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും. കളിയാക്കലുണ്ടാവും, പരിഹാസങ്ങൾ ഉണ്ടാവും, കുത്തുവാക്കുകൾ ഉണ്ടാവും, ഒറ്റപ്പെടുത്തും, ഇങ്ങനെ പലതും ഉണ്ടാവും. അവിടെയൊക്കെ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി. അതാണല്ലോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ആരോട്? അക്രമിയായ ഫിർഔനിന്റെ അടുക്കിലേക്ക് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ആ ഫിർഔനിനോട്, അക്രമിയോട് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഭയപ്പെട്ടേക്കാം. അതുകൊണ്ട് എത്ര വലിയ അക്രമിയാണോ, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട്, സഹനത്തോടെ, അതേപോലെ തന്നെ നസീഹത്തോടെ. അതാണ് ഇല്ലാതെ പോകുന്നത്. നമുക്കിന്ന് നസീഹത്തില്ല ആളുകളോട്. നമുക്കിഷ്ടമില്ലാത്തത് ആര് എന്ത് ചെയ്താലും അവരെ നമ്മൾ നിശിതമായി വിമർശിക്കുന്നു, അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയല്ല, നമ്മൾ വളരെ ശാന്തമായി കൊണ്ടാണ് പറയേണ്ടത് എന്ന് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ ആദരിച്ചത് നോക്കൂ നിങ്ങൾ. ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. മാന്യന്മാരായ അതിഥികൾ വന്നപ്പോൾ അവരെ ആദരിച്ച വിഷയം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. ഇദ്ദഖലു അലൈഹി ഖാലു സലാമ. അവർ വന്നിട്ട് സലാം പറഞ്ഞു. ഖാല സലാമുൻ ഖൗമുൻ മുൻകറുൻ. അദ്ദേഹം അപരിചിതരായ ആളുകൾക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇസ്ലാമിക ഒരു മര്യാദയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. 10 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് 20 എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30. ഓരോന്ന് അധികരിപ്പിച്ചാലും 10, 20, 30 ഇരട്ടി കൂലിയാ കിട്ടുന്നത്. അപ്പൊ നമ്മളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊരു പ്രാർത്ഥനയാണ്, ബറക്കത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള
എന്താണ് ഈ ബറക്കത്ത് സഹോദരങ്ങളെ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള, എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്ന ബറക്കത്ത് നൽകണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുമ്മ ബാരിക് ലഹു, അല്ലാഹുമ്മ ബാരിക് ലനാ, സുബൂത്തുൽ ഖൈരിൽ ഇലാഹി വസിയാദതുഹു, നിലനിൽക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള ഖൈറാണ്, അതിന്റെ വർധനവാണ്. ബറക്കത്ത് ഉണ്ടാവട്ടെ നിങ്ങളുടെ സന്താനങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സ്വത്തിലൊക്കെ ബറക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഖൈറ് അത് നിലനിൽക്കട്ടെ, അത് നിലനിർത്തി തരട്ടെ, അള്ളാഹു അത് കൂടുതലാക്കി തരട്ടെ എന്നുള്ളതാണ്. അന്നുബൂവു വസിയാദ എന്നാണ് ബറക്കത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത് സഹോദരങ്ങളെ. അപ്പൊ നമ്മൾ അതിഥികളെ എങ്ങനെ ആദരിക്കണമെന്നതിൽ ഇസ്ലാമിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ എങ്കിൽ അവൻ അതിഥികളെ ആദരിക്കട്ടെ, റെസ്പെക്ട് ചെയ്യട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു നോക്കൂ സഹോദരങ്ങളെ. അവരെ സലാം പറഞ്ഞിരുത്തിയിട്ട് ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ, മെല്ലെ പോയി ഒരു കാളക്കുട്ടിയെ നല്ല ഫ്രൈ ചെയ്തിട്ട് വേവിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതിഥികൾക്ക്. ആരാന്നറിയില്ല, മലക്കുകൾ വന്നത്. എന്നാലും വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൽക്കരിക്കുക എന്നുള്ളത് നമ്മളൊരു മര്യാദയാണ്. എന്നിട്ടോ ഫഖറബഹു ഇലൈഹി ഖാല അലാ തഅകുലൂൻ, അവരിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞത്, കഴിക്കുന്നില്ലേ നിങ്ങൾ, കഴിക്കൂ, നോക്കൂ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്, വഹാദിഹിൽ ആയതു ഇൻതളമത് ആദാബ ദിയാഫ, ആതിഥേയത്വം എങ്ങനെയായിരിക്കണം, അതിഥികളെ ആദരിക്കേണ്ടത് എന്ന നിയമം ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരറിയാതെ അദ്ദേഹം ഭക്ഷണം റെഡിയാക്കി. ഒരിക്കലുമായി അദ്ദേഹം ഇങ്ങനെ ചോദിച്ചില്ല, ഭക്ഷണം കൊണ്ടുവരട്ടെ. നമ്മളൊക്കെ അങ്ങനെ ആരെങ്കിലും വന്ന ചായ എടുക്കട്ടെ, അവരോട് ചോദിക്കുക. വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ, അവരോട് ചോദിക്കുക. അവരെങ്ങനെ വേണമെന്ന് പറയോ? ആരെങ്കിലും ഗസ്റ്റുകൾ വന്ന് ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ, അങ്ങനെയല്ല, അവരിലേക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് ആ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പെട്ടെന്ന് അങ്ങനെ അവർ വന്നിരുന്ന് ചിലപ്പോ യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകളാവും അതിഥികള്. അപ്പൊ അവരെങ്ങനെ ഇരുത്തല്ല, പെട്ടെന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണ്. അതും വളരെ ഗോപ്യമായി, അറിയാതെ, ഉള്ളതിൽ നിന്ന് വാചാബി അഫ്ളലി മാ വജദ മിൻ മാലിഹി, ഉള്ളതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതാ കൊടുത്തത്. നല്ല മശൂയായിട്ടുള്ള പൊരിച്ച കാളക്കുട്ടിയെ തന്നെ കൊണ്ടുവന്നു കൊടുത്തു. നമ്മളൊക്കെ ഇപ്പൊ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ബിസ്ക്കറ്റും ചായ അത് മതി, ഓർക്കൊക്കെ അത് മതിയാവും. അങ്ങനെയല്ല സഹോദരങ്ങൾ, ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ ഒരാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു ഭാര്യമാരോട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ലാ നജ്ദു ഇല്ലൽ മാ, മാ നജ്ദു ഇല്ലൽ മാ, ഞങ്ങൾ വെള്ളമല്ലാതെ ഇവിടെ ഒന്നുമില്ല, കൊടുക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മയ്യുദീഫു ഹാദാ, ഇവരെ ആരാണ് അതിഥികളായി കൊണ്ടുപോകുക? അപ്പോഴാണ് അബൂ തുലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കൊണ്ടുപോകാം നബിയെ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയുന്നത്, അക്രിമി വൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗസ്റ്റിനെ നിങ്ങൾ ആദരിക്കണം. എന്താ ഉള്ളത്? കുട്ടികൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, അതെടുത്തു. കുട്ടികൾ ഉറക്കിയിട്ട് അതെടുക്കൂ നിങ്ങൾ, ഭാര്യയോട് പറയുന്നു. നമുക്കറിയാം ആ ചരിത്രം, എപ്പോഴും കേൾക്കുന്നതാണ്. എന്നിട്ട് ആ സംഭവം പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഹിക്കല്ലാഹുൽ ലൈല ഔ അജിബ ഫിആലികുമാ, നിങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് അല്ലാഹു ആശ്ചര്യപ്പെട്ടു, അല്ലാഹു ചിരിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് ആയത്തിറക്കിയത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തത്തിന് തന്നെ പ്രയാസമുണ്ടെങ്കിലും മറ്റുള്ളവരെ പരിഗണിക്കുക. മറ്റുള്ളവരെ, നമുക്ക് തന്നെ പ്രയാസമുണ്ട് എന്നാലും മറ്റുള്ളവർക്ക് പരിഗണന നൽകുക. അവർക്ക് നൽകാനുള്ള ഒരു മനസ്സ്, പിശുക്കില്ലാതെ, പിശുക്കിനെ ഭയപ്പെടാതെ ആര് കൊടുക്കാൻ തയ്യാറായോ അവർക്കാണ് വിജയമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ, സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്. അതിന്റെ ഇൻസൈഡ് നോക്കിയാൽ ഔട്ട്സൈഡും, ഔട്ട്സൈഡ് നോക്കിയാൽ ഇൻസൈഡും കാണും. അപ്പൊ ഫഖാമ അറാബിയുൻ, ഒരു അനറബി, ഒരു കാട്ടറബി, അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇത് ആർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവൻ, വ തുഅമത് തുആം, ഭക്ഷണം കൊടുത്തവൻ, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗത്തിലെ ആ റൂമുകൾ, വാദാമസിയാം, നോമ്പ് നിലനിർത്തുന്ന ആളുകൾക്ക് എന്നൊക്കെ. സഹോദരങ്ങളെ, അതൊരു വലിയ പുണ്യകർമ്മമാണ്. മാത്രമല്ല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറച്ച ബോധ്യത്തിൽ നിങ്ങൾ ദുആ ചെയ്യണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു, നിശ്ചയമായും അല്ലാഹു ഉത്തരം നൽകുകയില്ല, ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹിൻ, ഒരു ദുആയിന് അശ്രദ്ധമായ മനസ്സോടുകൂടി എന്തൊക്കെയോ പറയുന്നുണ്ടാവും, അവന്റെ മനസ്സ് എവിടേക്കാണ്. അങ്ങനെയുള്ള ദുആയിന് അല്ലാഹു ഉത്തരം നൽകുകയില്ല. ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഏറെ കാണാൻ സാധിക്കും. ഒന്ന്, ഈ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് വരെ കാരണമായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ ബഖറയിൽ കാണാം, റബ്ബേ, ഈ ഉമ്മത്തിൽ എന്റെ സന്തതികളിൽ ഒരു പ്രവാചകനെ നിയോഗിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവാചകനായി നിയോഗിക്കപ്പെടാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊന്ന് കാണാൻ, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ, എനിക്ക് ഇൽമ നൽകണേ. ഹുക്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൽമൻ കസീറ, ധാരാളം അറിവ് നൽകണേ. ആരിഫു ബിഹിൽ അഹ്കാം, മതത്തിന്റെ വിധികളൊക്കെ അറിയുന്ന, വൽ ഹലാൽ വൽ ഹറാം, ഹലാലും ഹറാമും ഒക്കെ വേർതിരിച്ചു മനസ്സിലാക്കുന്ന ധാരാളം ഇൽമ എനിക്ക് നീ നൽകണേ. റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. നോക്കൂ സഹോദരങ്ങളെ, എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത് എന്ത് എന്നറിയാത്തവർക്ക് വിശുദ്ധ ഖുർആനിൽ എമ്പാടും ദുആകളുണ്ട്. റബ്ബിനോട് ദുആ ചെയ്യാൻ എത്രയെത്ര ദുആക്കൾ, പ്രവാചകന്മാരുടെ, അംബിയ മുർസലീങ്ങളുടെ പ്രാർത്ഥനകൾ, അതിൽ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നെനിക്ക് ഇൽമ നൽകണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ. വലിയ കാര്യമാണത്. കൂട്ടുകെട്ട് നന്നാവുക, സ്വാലിഹീങ്ങളോടൊപ്പം ആവുക എന്നത്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പലപ്പോഴും നമ്മളെ തെറ്റിക്കുന്നത് നമ്മളെ കൂടെയുള്ളവരാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളാണെങ്കിൽ അവർ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വർദ്ധിപ്പിച്ചു തരാൻ, സിയാദത്ത് നൽകാൻ വേണ്ടിയുള്ള ഒരു ദുആ, അത് സമ്പത്തോ സന്താനങ്ങളോ ഭൗതികമായ കാര്യങ്ങളോ മറ്റൊന്നുമല്ല, പിന്നെയോ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് എന്താണ്? ഇൽമാണ്. റബ്ബി സിദ്നി ഇൽമ, സൂറത്ത് ത്വാഹയിൽ കാണാം, റബ്ബി സിദ്നി ഇൽമ, റബ്ബേ, എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ. സുബഹി കഴിഞ്ഞിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല സുബ്ഹ് ഫയഖൂൽ, സുബഹി നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നാഫിയായ ബെനിഫിഷ്യൽ നോളജ്, അത് ആ അറിവ് നൽകണം. അത് ശർഈയായ നോളജാണ്, അറിവ്, ദീനിനെ കുറിച്ചുള്ള അറിവ്, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും, ഹലാലേത് ഹറാമേത്, ഖുർആനിനെ കുറിച്ച് ഇൽമ്, ഈ ദീനിനെ കുറിച്ചുള്ള ഇൽമ്. വറിസ്ഖൻ ത്വയ്യിബ, നല്ല ഉപജീവനം നൽകണേ. വഅമലൻ മുതഖബ്ബല, റബ്ബേ, നീ കബൂൽ ചെയ്യുന്ന അമലുകൾ എന്നിൽ നിന്നുണ്ടാക്കണേ. ഈ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ, ഒരു ബെനിഫിറ്റും ഇല്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ഇൽമ്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ആളുകൾക്ക് ഇന്ന് ഒരു പ്രയോജനമില്ലാത്ത ഒരുപാട് ഇൽമുകളുണ്ട്. പക്ഷേ ആത്യന്തികമായി അവർക്ക് ആവശ്യമായ, നിർബന്ധമായും ആവശ്യമുള്ളതായ ഇൽമ അവർക്കില്ലാതെ പോകുന്നു. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സമയമാണ്. എവിടെയാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആലോചനയും ചിന്തയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സഹോദരങ്ങളെ, ദീനിയായ ശർഈയായ ഇൽമ് നമ്മൾ എപ്പോഴും പറയുന്നത് അതാ, അതേ നമുക്കുണ്ടാവൂ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കൂടെ ഉണ്ടാകുന്നത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ദീനിന്റെ ഇൽമാണ്. അതറിയണം, ഖുർആൻ ഓതാൻ അറിയണം. എന്റെ മക്കൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ തജ്വീദോടുകൂടിയുള്ള പാരായണം അറിയണം. നമസ്കരിക്കേണ്ടത് എങ്ങനെ, നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ എങ്ങനെ,
മയ്യത്ത് നമസ്കാരം, സ്വന്തം ബാപ്പയും ഉമ്മയും മരിച്ചിട്ട് നല്ല ടൈയും കോട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാതെ അങ്ങനെയുള്ള മക്കളായി മാറരുത്. പിന്നെയോ നല്ല ഡിഗ്രി വേണം, നല്ല ദുനിയാവിന്റെ ഇൽമ വേണം, ദുനിയാവിന്റെ ഹസനത്ത് വേണമെന്ന് പറഞ്ഞല്ലോ. മെഡിക്കൽ പഠിക്കണം, അതുപോലെ തന്നെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എല്ലാം വേണം. പക്ഷേ നാം മറന്നു പോകരുത്, അതോടൊപ്പം ദീനിന്റെ ഇൽമ് അത് ഇല്ലാതെ പോയാൽ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഫസാദായി പോകും. നല്ല തഖ്വയുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഡോക്ടർ അത് സമൂഹത്തിൽ വേണം, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വേണം. അതെ, ജനങ്ങളെ പറ്റിക്കാത്ത, വഞ്ചിക്കാത്ത, ചീറ്റ് ചെയ്യാത്ത സത്യസന്ധരായ ആളുകൾ എല്ലാ രംഗത്തും മുസ്ലിം ഉമ്മത്ത് വളർന്നു വരണം. സലഫുകൾ, മുൻഗാമികൾ, സഹാബത്ത്, താബികൾ, തബഉ താബികളൊക്കെ വളരെ നല്ല ദുനിയാവിന്റെ ഇൽമിലൊക്കെ വളരെയധികം അഗ്രഗണ്യരായിരുന്നു അവര്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ ഇൽമു വേണ്ട എന്നല്ല, പക്ഷെ ഇതാണ് നമുക്ക് ബാക്കിയായി ഉണ്ടാവുക, മരണശേഷവും ഉപകാരപ്പെടുക എന്നത് നമ്മൾ മറന്നു പോകരുത്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെ പേരും നിർബന്ധമാണ് ഇൽമു നേടുക എന്നുള്ളത്. ചെറിയ കുട്ടികൾ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ, അടുത്ത ശനിയാഴ്ച മുതൽ നമ്മൾ ഖുർആൻ ക്ലാസ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഇൽമുകളാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അറിവന്വേഷിച്ച് ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവന്റെ വഴി അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. വഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹാ നിശ്ചയമായി മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ് ലിത്വാലിബിൽ ഇൽമി, ആർക്ക്? അറിവന്വേഷിക്കുന്ന വിദ്യാർത്ഥിക്ക്. റിളം ബിമാ യസ്ന, ആ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള തൃപ്തി കാരണത്താൽ ഖുർആൻ പഠിക്കുന്ന, ദീന് പഠിക്കുന്ന, ശർഈയായ ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മലക്കുകൾ ചിറക് വിരത്തി കൊടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വളരെ ഗൗരവമുള്ള വിഷയമാണത്. അപ്പൊ ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ, ഇൽമ നേടുന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ അശ്രദ്ധരായി പോകരുത്. നമ്മുടെ സമയം അതാ. എത്രയോ ആളുകളുണ്ട് ഈ ബാംഗ്ലൂരിന്റെ തിരക്ക് പിടിച്ച സിറ്റിയിൽ തന്നെ ജീവിക്കുമ്പോ അവർ ശ്രദ്ധിക്കുന്ന താമസമായിരുന്നു പലരും ഇങ്ങോട്ട് മസ്ജിദ് എവിടെ, മദ്രസ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട്. കാരണം ഒരുപാട് ഭൗതികമായ വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ ദീനനുസരിച്ച് നമ്മളെ കുട്ടികൾക്ക് അവരുടെ ഇസ്ലാമിക കൾച്ചറിൽ, ഇസ്ലാമിക സംസ്കാരത്തിൽ അവർക്ക് മുഖമക്കന ഇട്ടുകൊണ്ട്, തലമറച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് ഏത് സ്കൂളിൽ പോകാം, അത് നമ്മൾ അന്വേഷിക്കണം. അതൊന്നുമില്ലാതെ നമ്മൾ ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ നിസ്സാരമാക്കിയാൽ, ദീനിന്റെ നിയമങ്ങളെ നിസ്സാരമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്ദ്യരാക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ദീനിന് പ്രിഫറൻസ് കൊടുത്തോ ദുനിയാവും കൂടി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കുമെന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയം, മദ്രസയുടെ വിഷയം നമ്മൾ മറന്നു പോകരുത്. ഖുർആൻ ക്ലാസ്, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന വിഷയം, എത്ര തിരക്കുണ്ടായിരുന്നാലും അതിനുവേണ്ടി സമയം മാറ്റിവെച്ചു ഒരിക്കലും നമുക്കത് നഷ്ടമാവുകയില്ല എന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഒരുപാട് കാണാം സ്വർഗം അനന്തരമെടുക്കാൻ വേണ്ടി. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ അനുഗ്രഹീതമായ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്തുൽ ഫിർദൗസ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. നമുക്ക് ശാശ്വതമായി ചെന്നു ചേരാനുള്ള ലോകം, ഇടം, അത് സ്വർഗീയ ലോകമാണ്. സ്വർഗം അനന്തരം നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. മറ്റൊരു പ്രാർത്ഥന, പരലോകത്ത് അപമാനിക്കപ്പെടാതിരിക്കാൻ. ഇവിടെ നമുക്ക് മറച്ചുവെക്കാം, ആരും അറിയാതെ കൊണ്ടുപോകാം. പക്ഷേ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്, നാളെ റബ്ബിന്റെ കോടതിയിൽ നിർത്തപ്പെടുന്ന ദിവസം. ആ ദിവസത്തിൽ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സന്താനങ്ങളും സ്വത്തും സമ്പത്തും ഒന്നും പ്രയോജനപ്പെടുകയില്ല
കുറ്റമറ്റ ഹൃദയമായി, സലീമായ കറകളഞ്ഞ ഹൃദയമായി, ശിർക്കില്ലാത്ത കുഫറില്ലാത്ത ഹൃദയവുമായി കടന്നു വരുന്നവർക്കേ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ആ സമയത്ത് സഹോദരങ്ങളെ, ജനലക്ഷങ്ങൾ സാക്ഷി നിൽക്കുന്ന പരലോകത്ത് എന്നെ നീ ഇൻസൾട്ട് ചെയ്യരുതേ, അപമാനിക്കരുതേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരുപക്ഷെ അപമാനിക്കപ്പെട്ടാലും അത് ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ പരലോകത്തെ അപമാനം അത് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പിതാവ് വിശ്വാസിയല്ലാത്തത് കാരണത്താൽ ഒരു പേ പിടിച്ച നായെ പോലെ നാവ് തൂക്കിയിട്ടുകൊണ്ട് പരലോകത്ത് വരുന്ന രംഗം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിനോട്, റബ്ബേ, ഞാൻ ദുആ ചെയ്തതല്ലേ, എന്നെ അപമാനിക്കരുത് എന്ന്. ഇതിനേക്കാളും വലിയ ഒരു അപമാനം എന്താണുള്ളത്? എന്റെ പിതാവ് വളരെ വിദൂരമായി നിൽക്കുന്നു, നരകത്തിലേക്ക് വലിച്ച്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, സ്വർഗ്ഗം കാഫിരീങ്ങൾക്ക്, സത്യനിഷേധികൾക്ക് ഞാൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എത്ര ബന്ധുക്കളായിരുന്നാലും എത്ര അടുത്തവരായിരുന്നാലും ഈമാനിലില്ലേ, ഇസ്ലാമിലില്ലേ, അവർക്ക് രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിർഭയത്വം. സമൂഹത്തിൽ സമാധാനമാണ് വേണ്ടത്, നിർഭയത്വമാണ്. ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാൻ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിന, റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കി മാറ്റണേ എന്ന്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും സമ്പത്തും സൗകര്യങ്ങളും ഒന്നല്ല വേണ്ടത്, ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ. ഫലസ്തീനിലും അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആളുകൾ ജീവിക്കുന്ന ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ കുറിച്ച് ഒരു പേടി ഉണ്ടാക്കുക സമൂഹത്തിൽ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ എല്ലാ ജാതിക്കാരും മതക്കാരും ഒക്കെ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ. ഏതൊരാൾ നിർഭയനായി കൊണ്ട് വീട്ടിൽ അയാൾ പ്രഭാതത്തിലാകുന്നു, അതുപോലെ തന്നെ തന്റെ ബോഡിക്ക് ആഫിയത്തോടുകൂടി അയാൾ പ്രഭാതത്തിലാകുന്നു. ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവനുണ്ടെങ്കിൽ ദുനിയാവും അതെല്ലാം ലഭിച്ചവനെ പോലെയാണ്. ശാശ്വതമായ നിർഭയത്വം അത് തൗഹീദിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതെ ജീവിച്ചാൽ അല്ലാഹുവിൽ, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ച വലിയ ഒരു മില്ലത്ത്. ആളുകൾ എതിര് നിന്നാലും, സമൂഹം എതിര് നിന്നാലും, നാട്ടുകാരെതിര് നിന്നാലും എനിക്ക് തൗഹീദിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, റബ്ബിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ, എന്റെ എല്ലാ സങ്കടങ്ങളും റബ്ബിനെ ഞാൻ സമർപ്പിക്കൂ എന്നുള്ള തൗഹീദിൽ അചഞ്ചലമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ, എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഉണർത്തുന്നതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണെന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്സത്ത്, ഒരു പ്രതാപം നൽകിയിട്ടുണ്ട്. ഇസ്ലാം, മുസ്ലിം എന്നുള്ള പ്രതാപമാണത്. അതൊരിക്കലും തന്നെ ഒരാളുടെ മുമ്പിലും നമ്മൾ അടിയറവ് വെക്കേണ്ടതില്ല. ഏതൊരു സാഹചര്യത്തിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് ആരുടെ മുമ്പിലും ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള തന്റേടവും മനക്കരുത്തും നമുക്കുണ്ടാവണം. സമൂഹത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതല്ല നമ്മൾ നോക്കണം. നമ്മുടെ ദീൻ എന്ത് പഠിപ്പിക്കുന്നു, എന്താണ് ദീനിന്റെ നിലപാട്, ദീനിന്റെ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ സമൂഹത്തിൽ കാണുന്ന ഒന്നാണെന്ത്, മുസ്ലിം ഉമ്മത്തിലെ ആളുകള് കുട്ടികളെ കൊണ്ടുപോയിട്ട് കൈക്കെഴുത്ത്, സ്കൂളൊക്കെ മദ്രസൊക്കെ തുറക്കാണല്ലോ. അത് ആരുടെ ആചാരം? നമ്മൾ എവിടുന്നാ കണ്ടിരുന്നത്? എഴുത്തിനെഴുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ കണ്ടിരുന്നത്? ആ എന്നൊക്കെ എഴുതിക്കുന്നില്ല. അത്
അമ്പലത്തിൽ കൊണ്ടുപോയി പൂജാരിയുടെ അടുക്കൽ കൊണ്ടുപോയി ഇരുത്തി അതിൽ പ്രത്യേകം ബർക്കത്ത് കാണുന്ന, അതേപോലെ നമ്മൾ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു കൈക്കെഴുത്ത്. എവിടുന്നാണ് ഈ ആചാരം വന്നത്? അങ്ങനെ ഒരു ആചാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പഠിക്കണം, ഇഖ്റ വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്നാലോ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിക്ക് എഴുതാനും വായിക്കാൻ അറിയായിരുന്നില്ല. എഴുതാനും വായിക്കാനും പഠിക്കാന്നല്ലാതെ അതൊരു ആചാരപ്പ് കൊണ്ടുവരുന്നത് അത് എവിടുന്ന് കിട്ടിയതാ? ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ദുബ്ബിൻ ലദഖൽതുമു. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളെ നിങ്ങൾ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കും. സഹാബത്ത് ചോദിച്ചു, ലിമൻ അൽ യഹൂദ് വന്നസാർ, അൽ യഹൂദ് വന്നസാറ, യഹൂദി നസാറാക്കളുടെ കൾച്ചറാണോ? അതെ, അതല്ലാതെ മറ്റാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇന്നാ കുന്ന അദല്ല ഖൗമിൻ, ഞങ്ങൾ ദുർബലരായ അങ്ങേയറ്റത്തെ നിന്ദ്യരായ ജനതയായിരുന്നു. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാം കൊണ്ട് അള്ളാഹു ഇസ്സത്ത് നൽകി. അള്ളാഹ് നമുക്ക് നൽകിയ ഇസ്സത്ത് പ്രതാപമല്ലാത്തത് കൊണ്ട് ആരെങ്കിലും പ്രതാപം ആഗ്രഹിച്ചാൽ തേടിയാൽ അതല്ല അള്ളാഹ് നമ്മളെ നിന്ദ്യരാക്കും, ഇൻസൾട്ട് ആക്കും. അതുകൊണ്ട് മറ്റുള്ള സമുദായങ്ങളെ പിന്തുടരുക, അവരുടെ ആചാരങ്ങൾ നമ്മൾ പിന്തുടരുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, പാടുള്ളതല്ല. അവർ ഇസ്ലാമിന്റേതായ സംസ്കാരത്തിലും വിശ്വാസത്തിലും ആദർശത്തിലുമാണ് മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വസ്ത്രധാരണത്തിന്റെ രീതി വിഷയത്തിലായിരുന്നാലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലായിരുന്നാലും, അത് പിന്നെ ആഘോഷങ്ങളുടെ വിഷയത്തിലായിരുന്നാലും, എന്ത് വിഷയത്തിലായിരുന്നാലും നമുക്കൊരു സ്റ്റാൻഡ്, ഒരു നിലപാടുണ്ട്. അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക വിശ്വാസ ആദർശ സംസ്കാരത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന്റെ ഇൽമ് നേടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നേടിയ ഇൽമ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിആയ ശറഈയായ ഇൽമ നേടാനും അതുകൊണ്ട് അമൽ ചെയ്യുവാനും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.